Good afternoon all. അപ്പോൾ ഇന്ന് നമ്മൾ മിക്സ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. മിക്സ് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എങ്ങനെയാണ്, ദെൻ ഇന്നൊരു എക്സാമ്പിളും കൂടെ വർക്കൗട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിന് മുന്നേ എല്ലാവരും IS കോഡ് കയ്യിൽ വയ്ക്കുക. ഏത് IS കോഡാണ് നമ്മുടെ മിക്സ് ഡിസൈനിന് ആവശ്യമായിട്ടുള്ള IS കോഡ്? IS 10262-2009. അപ്പോൾ എല്ലാവരും തന്നെ ആ കോഡ് ഒന്ന് കയ്യിലെടുത്ത് വെച്ചിട്ട് വേണം ഈ ഒരു ക്ലാസ് കേൾക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാൽക്കുലേഷൻസ് ഫോർ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ആദ്യം പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എക്സാമ്പിൾ കൂടെ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ IS കോഡിൽ പേജ് നമ്പർ 4 നിങ്ങൾക്കൊരു വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, അതിനകത്ത് A3 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടാർഗറ്റ് സ്ട്രെങ്ത് ഫോർ മിക്സ് പ്രൊപ്പോർഷനിങ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിനകത്ത് A1 A2 എന്ന് പറയുന്നത് A1 നമ്മുടെ പ്രൊപ്പോർഷനിങ്ങും A2 എന്ന് പറയുന്നത് നമ്മുടെ ഓരോ മെറ്റീരിയൽസിൻ്റെയും ഡാറ്റാസുമാണ്, അതായത് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, ഓരോ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസുമാണ്. A3യിലാണ് നിങ്ങൾക്ക് ടാർഗറ്റ് മീൻ സ്ട്രെങ്ത്, അതായത് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. A3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലാണ് നിങ്ങൾക്ക് ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ എന്താണ് ടാർഗറ്റ് മീൻ സ്ട്രെങ്ത്? ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കോൺക്രീറ്റ് ക്യൂബ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ മിക്സ് ഡിസൈനിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ആ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ദെൻ അതിൽ നിന്നൊരു സാമ്പിൾ എടുത്തിട്ടാണ് നമ്മളൊരു സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനകത്ത് FCK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. നമുക്ക് വേണ്ടത് ടാർഗറ്റ് മെയിൻ സ്ട്രെങ്ത് ആണ്. അതായത് ടാർഗറ്റ് മെയിൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഉണ്ടാക്കിയിട്ടുള്ള ക്യൂബിനേക്കാളും സ്ട്രെങ്ത് നമുക്കത് പൊട്ടിക്കുമ്പോൾ, അതായത് നമുക്ക് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഉള്ളതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വാല്യൂ ആയിരിക്കും നമ്മൾ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യും? നമുക്കുള്ള ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ടേം കൂടെ ആഡ് ചെയ്യും. അതാണ് 1.65 S എന്ന് പറയുന്നത്. ഇതിനകത്ത് S എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഈ എസിൻ്റെ വാല്യൂ നമുക്ക് IS 10262, അതായത് നമ്മുടെ IS കോഡിനകത്ത് ടേബിൾ 1ൽ നിന്നും കിട്ടും. അപ്പോൾ ഈ IS കോഡ് നിങ്ങളെടുത്ത് ടേബിൾ 1 ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ടേബിളാണ് ഞാനിവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് M10 M15 എന്ന് പറയുന്ന കോൺക്രീറ്റ് നമുക്ക് 3.5 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതേപോലെ തന്നെ M20ക്കും 25നും 4 ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് എടുക്കുന്നത്. മറ്റ് M30 തൊട്ട് M55 വരെ നമ്മൾ 5 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഒരു പർട്ടിക്കുലർ മിക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 30ഓളം ക്യൂബ് നമ്മൾ കാസ്റ്റ് ചെയ്യുക, അത് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ആവറേജ് കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? എന്നിട്ട് നമുക്ക് X - X ബാർ ചെയ്യുമ്പോൾ അവിടുത്തെ വേരിയൻസ് അല്ലെങ്കിൽ ഡീവിയേഷൻ കിട്ടും. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ is equal to √X - X bar the whole square divided by n - 1. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ എസിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ മിക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് എത്രയായിരിക്കണം എന്നുള്ളത് നമ്മളിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് കാരണം നമുക്ക് ഇതിൽ നിന്നുള്ള വാല്യൂ സ്യൂട്ടബിളി സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ ഒരു കുഴപ്പമില്ല, കാരണം ഏത് മിക്സാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് ആ
ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നതെങ്കിൽ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരിക്കും. അല്ല നമ്മൾ ഫീൽഡിലാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഫീൽഡിൽ നമുക്ക് ആ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ടുള്ള മിക്സ് അവർ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. M40 ആണ് വെച്ചാൽ FCK നമ്മൾ 40 എടുക്കുക. 40 പ്ലസ് 1.65 S എന്ന് പറയുന്നത് M40ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 5 ആണ്. അപ്പോൾ S നമ്മൾ 5 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് എത്രയാണെന്നുള്ളത് കിട്ടും. ദെൻ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് വാട്ടർ സിമെന്റ് റേഷ്യോ ആണ്. അപ്പോൾ വാട്ടർ സിമെന്റ് റേഷ്യോ നമുക്ക് സാധാരണ എത്ര നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ കണ്ടുപിടിച്ചാലും ബൈ എക്സ്പീരിയൻസ് നമുക്കത് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് ബൈ എക്സ്പീരിയൻസ് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള വാട്ടർ സിമെന്റ് റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് IS കോഡ് പ്രകാരം എന്ത് പറയാം? ദ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് IS 456 ടേബിൾ 5 നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, IS 456 നിങ്ങൾ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. നിങ്ങൾക്ക് എക്സാമിന് IS 456 കൂടെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ IS 456 ടേബിൾ 5 ഒന്ന് ചെക്ക് ചെയ്യാം. അതിനകത്ത് നമുക്ക് വാട്ടർ സിമെന്റ് റേഷ്യോ നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. നമ്മുടെ സിവിയർ ആണോ മോഡറേറ്റ് ആണോ നമ്മുടെ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു പ്രോബ്ലം അല്ലാത്തത് കാരണം ഞാൻ അതെങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ കാണിക്കുന്നില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ടേബിളിൽ നിന്ന് എടുക്കുന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിരുന്നത് ABCDF ഗ്രാഫിലായിരുന്നു. പക്ഷെ നമുക്ക് അതിൽ കുറച്ച് പോരായ്മകളുള്ളത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് IS 456 ടേബിൾ 5 ഓരോ കണ്ടീഷനും ഇപ്പോൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ആ കണ്ടീഷൻസിനെ ബേസിസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടർ സിമെന്റ് റേഷ്യോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നമ്മൾ സെലക്ഷൻ ഓഫ് വാട്ടർ സിമെന്റ് റേഷ്യോ നടക്കുന്നത്. അപ്പോൾ അന്നൊരു വാട്ടർ സിമെന്റ് റേഷ്യോ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം. അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ IS 10262 ABCDF ഗ്രാഫ് എന്നായിരുന്നു പണ്ട് നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കംപ്രസീവ് സ്ട്രെങ്ത്തും വാട്ടർ സിമെന്റ് റേഷ്യോ വെച്ചിട്ടുള്ള ഗ്രാഫിൽ നിന്നായിരുന്നു നമ്മൾ എടുത്തിട്ടുള്ളത്. കംപ്രസീവ് സ്ട്രെങ്ത് ഇപ്പോൾ 40 ആണെങ്കിൽ നമ്മുടെ വാട്ടർ സിമെന്റ് റേഷ്യോ ഇതിനകത്ത് ഇപ്പോൾ എത്രയാണ്? ഒരു 0.37 ഒക്കെ വരും അല്ലേ? ആ ഗ്രാഫ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളിപ്പോൾ ഇതിനകത്ത് നിന്ന് എടുക്കാറില്ല. പകരം IS 456 ടേബിൾ 5 നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ 5. IS 456 ടേബിൾ 5 നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ നമ്മുടെ കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിനിമം സിമെന്റ് കണ്ടന്റ് ആൻഡ് മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ ആൻഡ് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ ഡിഫറെന്റ് എക്സ്പോഷർ വിത്ത് നോർമൽ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് ഫോർ 20 mm നോമിനൽ മാക്സിമം സൈസ്. അതായത് 20 mm സൈസ് അഗ്രിഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ സിമെന്റ് റേഷ്യോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് കേട്ടോ. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിന്റെയും റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിന്റെയും നമ്മൾ സെപ്പറേറ്റ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മൈൽഡ് എക്സ്പോഷർ കണ്ടീഷന് നമ്മൾ മിനിമം സിമെന്റ് കണ്ടന്റ് പറയുന്നത് 220 ആണ്. മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.6 ആണ്. ഓക്കെ, അതേപോലെ തന്നെ റെയിൻഫോഴ്സ്ഡ് സിമെന്റിന്റെ കേസിലാണ് വെച്ചാൽ അത് എത്രയാവും? 300 ആവും. വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.55 ആയിരിക്കും. ഇതാണ് നമ്മുടെ വാട്ടർ സിമെന്റ് മിനിമം വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത്. മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ നമ്മൾ എപ്പോഴും 450 ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. 450നേക്കാട്ടിലും കൂടുതൽ ഒരു സിമെന്റ് കണ്ടന്റ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത്രയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമെന്റ് കണ്ടന്റ് കൂടുമ്പോൾ സ്ട്രെങ്ത് കൂടുന്ന പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും നമുക്ക് പോസ്റ്റ് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 450 എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം സിമെന്റ് കണ്ടന്റ് ആണ്. ഓക്കെ, അതിൽ കൂടുതൽ ഒരു സിമെന്റ് കണ്ടന്റ് നമ്മൾ എടുക്കാറില്ല. ദെൻ സെലക്ഷൻ ഓഫ് വാട്ടർ കണ്ടന്റ്. സെലക്ഷൻ ഓഫ് വാട്ടർ കണ്ടന്റ് അടുത്ത സ്റ്റേജ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ സെലക്ട് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് വാട്ടർ കണ്ടന്റ് സെലക്ട് ചെയ്യണം. കാരണം വാട്ടർ കണ്ടന്റും കൂടെ കിട്ടിയാലേ നമുക്ക് സിമെന്റിന്റെ എമൗണ്ട് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. വാട്ടർ സിമെന്റ് റേഷ്യോയും വാട്ടർ കണ്ടന്റും ഉണ്ടെങ്കിൽ നമുക്ക് സിമെന്റ് എത്രയാന്നുള്ളത് ഈസി ആയിട്ട് കണ്ടുപിടിച്ചുകൂടെ. അപ്പൊ അടുത്തതാണ് നമ്മുടെ വാട്ടർ കണ്ടന്റ് സെലക്ഷൻ.
ഇവിടെ നമ്മൾ IS 10262, അതായത് നമ്മുടെ കയ്യിലുള്ള IS കോഡ്, ജെംസ് ഡിസൈൻ്റെ കോഡ് ഉണ്ടല്ലോ IS 10262, അതിനകത്ത് ടേബിൾ 2-നകത്ത് നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, ഓരോ സൈസ് ഓഫ് അഗ്രിഗേറ്റിനനുസരിച്ചിട്ടുള്ള വാട്ടർ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് മാക്സിമം വാട്ടർ കണ്ടന്റ് പെർ ക്യൂബിക് മീറ്റർ ഓഫ് കോൺക്രീറ്റ് ഫോർ നോമിനൽ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് 10 mm അഗ്രിഗേറ്റ് ആണെങ്കിൽ നമ്മുടെ മാക്സിമം വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് 208 ആണ്. 20 mm ആണെച്ചാൽ 186 ആണ്. 40 mm അഗ്രിഗേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 165 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് 0.5 വാട്ടർ സിമെന്റ് റേഷ്യോനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ആണ്. ഓക്കെ, ഇത് നമ്മൾ 0.5 വാട്ടർ സിമെന്റ് റേഷ്യോനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വാട്ടർ കണ്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇന്നൊരു വാല്യൂ എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ വാട്ടർ സിമെന്റ് റേഷ്യോ നമ്മൾ 0.5 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ അടുത്തത് സെലക്ഷൻ ഓഫ് വാട്ടർ കണ്ടന്റ്. The water estimated in table 2 can be reduced by approximately 10 kg for subgranular aggregate and 20 kg for gravel with some crushed particles and 25 for around gravel to the purpose of same workability and for the desired workability. The required water content may be established by trial or an increase about 3% of every additional 25 mm slump or alternatively by use of the chemical admixtures conforming to IS 9103. അതായത് ഇപ്പം നമ്മളൊരു വാട്ടർ കണ്ടന്റ് സെലക്ട് ചെയ്തു, അതിനുള്ള കുറച്ച് വേരിയേഷൻസ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ് ഏത് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് ആണ്, അതിൻ്റെ സൈസ് എങ്ങനെയാണ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, നമ്മൾ അഡ്മിക്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, നമുക്ക് കിട്ടേണ്ട വർക്കബിലിറ്റി എങ്ങനെയാണെന്നൊക്കെ ഉള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഈ വാട്ടർ കണ്ടന്റിന്റെ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് സബ് ഗ്രാനുലാർ അഗ്രിഗേറ്റ്സ് ആണെങ്കിൽ നമുക്കൊരു 10 kg വരെ വാട്ടർ നമുക്കപ്പോൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ 1 meter cube കോൺക്രീറ്റ് കേട്ടോ. ദെൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാവൽ ക്രഷ്ഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമുക്ക് 25 kg വരെ വാട്ടർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ കിട്ടേണ്ട വർക്കബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഇപ്പം നമ്മൾ 25 to 50 mm സ്ലംബ് വരെയുള്ള കോൺക്രീറ്റ് മിക്സിന് നമുക്ക് 3% വാട്ടർ കണ്ടന്റ് ആണ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, 50-ൽ കൂടുതൽ സ്ലംബ് വന്നിട്ടുള്ള ഒരു 50-ൽ കൂടുതൽ സ്ലം വാല്യൂ ഉള്ള ഒരു കോൺക്രീറ്റ് മിക്സ്, അതായത് നമുക്ക് കിട്ടേണ്ട വർക്കബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 75 ആണ് വിചാരിക്കൂ. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടേണ്ട വർക്കബിലിറ്റിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മളൊരു മിക്സ് പ്രിപ്പയർ ചെയ്തിട്ട് അത്രയും വർക്കബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടേണ്ട വർക്കബിലിറ്റി എന്ന് പറയുന്നത് 25 to 50 ആണെച്ചാൽ നമ്മൾ ഒരു ഫസ്റ്റത്തെ ട്രയലിൽ നമ്മളൊരു 3% വാട്ടർ ഇൻക്രിമെന്റ് ആണ് കൊടുക്കേണ്ടത്. ദെൻ ഒരു 75 to 100 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് വർക്കബിലിറ്റി കിട്ടേണ്ടതെങ്കിൽ ഒരു 3% കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് 75 to 100 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 6% ആണ് വാട്ടർ ഇൻക്രിമെന്റ് കൊടുക്കുന്നത്. അതായത് എവരി അഡീഷണൽ 25 mm സ്ലംബിലും നമ്മൾ ഒരു എക്സ്ട്രാ 3% വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ വാട്ടർ കണ്ടന്റ് ഡിസൈൻ ചെയ്ത് വാട്ടർ കണ്ടന്റ് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലം വാല്യൂ എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു 3% അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സ്ലം വാല്യൂവിനനുസരിച്ച് 3 or 6% നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. പിന്നെ അടുത്ത് സെലക്ഷൻ ഓഫ് വാട്ടർ കണ്ടന്റ്. അതിനകത്ത് തന്നെ ഇപ്പം നമ്മൾ അഡ്മിക്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന കേസ് വരികയാണ്. അഡ്മിക്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ആ ഫ്ലൂയിഡിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഈ ഫ്ലൂയിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്മിക്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം അഡ്മിക്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്ത വാട്ടർ കണ്ടന്റ് അത്രയും തന്നെ വാട്ടർ കണ്ടന്റ് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം അഡ്മിക്സ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി ആ മിക്സിനൊരു ഫ്ലൂയിഡിറ്റി കൊടുക്കും അല്ലെ. അപ്പം പിന്നെയും നമ്മൾ അത്രയും വാട്ടർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അഡ്മിക്സ്റ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദ വാട്ടർ കണ്ടന്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ 5 to 10%.
5 to 10% അല്ലെങ്കിൽ 20% കൂടുതലോ വാട്ടെവർ ഇറ്റ് ഈസ് നമ്മുടെ ഉപയോഗിക്കുന്ന സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സിനും പ്ലാസ്റ്റിസൈസേഴ്സിനും ഒക്കെ അനുസരിച്ച്, അതായത് അഡ്മിക്സേഴ്സ് ആയിട്ട് നമ്മളതൊക്കെയാണല്ലോ സാധാരണ ഫീൽഡിൽ ഉപയോഗിക്കുന്നത്. അതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് 20 or above. ഓക്കെ, അത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിസൈസേഴ്സിനനുസരിച്ചിരിക്കും. ഇതിന് അടുത്തത് കാൽക്കുലേഷൻ ഓഫ് സിമെന്റ് കണ്ടന്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു, വാട്ടർ സിമെന്റ് റേഷ്യോ എത്രയാണെന്ന് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തു അല്ലെ. ദെൻ വാട്ടർ കണ്ടന്റ് നമ്മൾ എത്രയാന്നുള്ളതും ഫിക്സ് ചെയ്തു അല്ലെ. ആദ്യം നമ്മളൊരു വാട്ടർ കണ്ടന്റ് സെലക്ട് ചെയ്തു. ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനനുസരിച്ചിട്ട് അതിന്റെ റിഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. സ്ലം വാല്യൂവിനനുസരിച്ചിട്ട് വാട്ടർ ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിസൈസേഴ്സും സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സിനൊക്കെ ഉപയോഗിച്ച് വീണ്ടും അതിനെ റെഡ്യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെ നമുക്കൊരു വാട്ടർ കണ്ടന്റ് ഇപ്പൊ കിട്ടി. ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ട സിമെന്റിന്റെ കണ്ടന്റ് ആണ്. വാട്ടർ സിമെന്റ് റേഷ്യോയും വാട്ടറും അറിയാമെന്നുണ്ടെങ്കിൽ സിമെന്റിന്റെ കണ്ടന്റ് നമുക്ക് കണ്ടുപിടിച്ചൂടെ. വാട്ടർ ഇൻറ്റു വാട്ടർ സിമെന്റ് റേഷ്യോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെന്റിന്റെ കണ്ടന്റ് നമുക്ക് കണ്ടുപിടിക്കാം. വാട്ടർ ഡിവൈഡഡ് ബൈ വാട്ടർ സിമെന്റ് റേഷ്യോ കേട്ടോ. വാട്ടർ അതായത് വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വാട്ടർ സിമെന്റ് റേഷ്യോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സിമെന്റിന്റെ കണ്ടന്റ് കിട്ടും. അപ്പൊ അതിനകത്ത് ടേബിൾ 5 പറയുന്നുണ്ട് ആ സിമെന്റ് കണ്ടന്റ് എന്ന് പറയുന്നത് മിനിമം ഇത്രയെങ്കിലും വേണം എന്നുള്ളത്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള സിമെന്റിന്റെ വാല്യൂ, സിമെന്റ് കണ്ടന്റ് എത്രയാന്നുള്ളത് നമുക്ക് ആ ടേബിൾ 5 വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് നമുക്ക് കിട്ടിയ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് ആ മിനിമം കിട്ടിയതിനെക്കാട്ടിലും, അതായത് മിനിമം ടേബിൾ 5 വാല്യൂവിനെക്കാട്ടിലും കുറച്ചെങ്കിലും കൂടുതലായിരിക്കണം. കാരണം മിനിമം അത്രയെങ്കിലും വേണമെന്നാണ് ആ ടേബിൾ പറയുന്നത്. അപ്പൊ അതിനേക്കാളും കൂടിയ കുഴപ്പമില്ല, പക്ഷെ കുറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ടേബിള്. ഈ ടേബിളിനകത്ത് നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്, സിമെന്റ് കണ്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ സിമെന്റ് കണ്ടന്റ് എത്രയാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തത് അല്ലെ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കണ്ടീഷൻ അത് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫീൽഡിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫീൽഡ് ഏത് കണ്ടീഷന്റെ അണ്ടറിൽ വരുന്നതാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിനും റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിനും ഏതാ നമ്മൾ ചെയ്യുന്നതിനുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു സിമെന്റ് കണ്ടന്റ് ചൂസ് ചെയ്യാം. ഓക്കെ, മോഡറേറ്റ് കണ്ടീഷൻ ആണ് വെച്ചാൽ റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിന് നമുക്ക് 300 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അതിനകത്ത് വാട്ടർ കണ്ടന്റ് സിമെന്റ് കണ്ടന്റ് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ വാല്യൂ ഇപ്പൊ നമുക്ക് ഈ ടേബിളാർ ഫോമിൽ നിന്നും കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് 300 ആണ് ടേബിളാർ ഫോമിൽ വേണ്ടത് അല്ലെ. മിനിമം സിമെന്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 300 ആണ്. പക്ഷെ നമുക്ക് കിട്ടിയത് നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോയും വാട്ടറിന്റെ വെയിറ്റ് ഒക്കെ വെച്ച് കണ്ടുപിടിച്ചത് ഒരു 280 ആണ് വെച്ചാൽ നമ്മൾ ഏതെടുക്കണം, 300 എങ്കിലും എടുക്കണം. അങ്ങനെയാണ് ചെയ്യാം. അല്ല നമുക്ക് കിട്ടിയതൊരു 320 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. അടുത്തത് വരുന്നത് പ്രൊപ്പോർഷനിങ് ഓഫ് വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ് ആണ്. അപ്പം നിങ്ങളുടെ ആ കോഡിനകത്ത് എസ്റ്റിമേഷൻ ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് പ്രൊപ്പോർഷൻ 4.4 കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റിന്റെ വോളിയം സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ടേബിൾ 3 നമ്മുടെ ആ ഒരു കോഡിൽ നിന്നും ടേബിൾ 3 വാല്യൂസ് ഒന്ന് നോക്കാം. അപ്പൊ ടേബിൾ 3 വാട്ടർ സിമെന്റ് റേഷ്യോ 4.5 വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ആ ക്ലോസ് ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ, എന്താണ് അതിനകത്ത് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടേബിളിനകത്ത് ഓരോ നോമിനൽ സൈസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ആണ് തന്നിട്ടുള്ളത്. ഈ ടാബുലാർ ഫോം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ഫോർ 0.5 വാട്ടർ സിമെന്റ് റേഷ്യോ ആണ്. പക്ഷെ നമ്മുടെ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 0.5 കുറവൊരു വാട്ടർ സിമെന്റ് റേഷ്യോ ആണ് നമ്മൾ ആദ്യമേ എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും ചേഞ്ച് ചെയ്യണം. അതെങ്ങനെയാ ചേഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 0.5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.5 വാട്ടർ സിമെന്റ് റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നമ്മൾ ആ ടേബിൾ 3 കൊടുത്തിട്ടുള്ള വാല്യൂസ്. ഓക്കെ, അപ്പൊ നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ റിഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് മുമ്പ് കിട്ടിയത് നമുക്ക് 0.5 കുറവാണെങ്കിൽ
ഓരോ 0.05 റിഡക്ഷനും നമ്മൾ 0.01 വോളിയം ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഒരു എക്സാമ്പിൾ പറയാം. 0.5 പകരം നമുക്ക് 0.4 ആണ് ആദ്യമേ കിട്ടിയ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് വിചാരിക്കും. അപ്പൊ ആക്ച്വലി നമ്മൾ എടുക്കുന്ന വോളിയം എന്ന് പറയുന്നത് ആ ടേബിളർ ഫോമിൽ നിന്ന് ടേബിൾ 3യിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 0.5 വാട്ടർ സിമെന്റ് റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണല്ലോ. അപ്പൊ 0.5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോളിയം ഓഫ് അഗ്രിഗേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഓൾറെഡി. അപ്പൊ അത് 0.6 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ സിമെന്റ് റേഷ്യോ 0.4 ആണ്. 0.4 ആണ്. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മുടെ വാട്ടർ സിമെന്റ് റേഷ്യോ 0.1 ആയിട്ട് 0.1 കുറഞ്ഞു അല്ലെ. അപ്പം നമ്മുടെ വാട്ടർ സിമെന്റ് റേഷ്യോ 0.4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം എത്രയാ വേണ്ടതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ 0.05 റിഡക്ഷനും 0.01 നമ്മൾ വോളിയം ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. വാട്ടർ സിമെന്റ് റേഷ്യോ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പോഴ്സ് അഗ്രിഗേറ്റിന്റെ വോളിയം ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടി ആക്ച്വലി ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ വാട്ടർ സിമെന്റ് റേഷ്യോ കുറയ്ക്കുകയാണെന്ന് പറഞ്ഞു. വാട്ടർ സിമെന്റ് റേഷ്യോ കുറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ടാവുകയാണോ വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് കൂടുതൽ ഉണ്ടാവുകയാണോ നല്ലതെന്ന് ആലോചിച്ച് നോക്കൂ. വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ആണ് അവിടെ കൂടുതൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ വാട്ടർ കണ്ടന്റ് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും വാട്ടർ കണ്ടന്റ് കുറയ്ക്കുമ്പോൾ കോഴ്സ് അഗ്രിഗേറ്റിന്റെ വോളിയം കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ കോഴ്സ് അഗ്രിഗേറ്റിന്റെ മുകളിൽ കൺഫേം ചെയ്യേണ്ട മെട്രിക്സ് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും ആസ് കമ്പയർഡ് ടു ഫൈൻ അഗ്രിഗേറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റിന്റെ വോളിയം അപ്പൊ എന്ത് ചെയ്യണം? കൂട്ടി കൊടുക്കണം. അത് എത്ര കൂട്ടി കൊടുക്കണം? ഓരോ 0.05 റിഡക്ഷനും നമ്മൾ 0.01 കൂട്ടി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിപ്പോ എത്ര കുറച്ചു? 0.05 രണ്ടു വട്ടം അല്ലെ. അപ്പൊ 0.1 നമ്മൾ കുറച്ചു വാട്ടർ സിമെന്റ് റേഷ്യോ. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് വോളിയം ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് 0.6 ആയിരുന്നു. അപ്പൊ അവിടെ എത്ര കൂട്ടണം? 0.6 പ്ലസ് 0.01 ഇൻറ്റു 2. ഓക്കെ, 2 തവണ നമ്മൾ കുറച്ചപ്പോൾ 0.01 ഇൻറ്റു 2. അപ്പൊ എന്ത് വരും? 0.62 എന്നാണ് നമ്മുടെ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഇൻക്രീസ് ആവുക. ആദ്യം 0.6 ആണെങ്കിൽ പിന്നെ 0.62. നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ മനസ്സിലാവും കേട്ടോ. നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമുക്ക് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഏതിനകത്തുണ്ട്? കോഡിനകത്തുണ്ട്. ജസ്റ്റ് നോക്കിയിട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂസ് ചെയ്യേണ്ട. നമുക്ക് ആ ഒരു പ്രോബ്ലം കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ഒരു കോഴ്സ് അഗ്രിഗേറ്റിന്റെയും ഫൈൻ അഗ്രിഗേറ്റിന്റെയും വോളിയം സെലക്ട് ചെയ്യുന്ന ആ ടേബിൾ 3 ആണ് ഇപ്പൊ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ 10262നകത്ത് ഉള്ള ടേബിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമുക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഫീൽഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഫീൽഡിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ 20 mm അഗ്രിഗേറ്റിനാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് സോൺ 1, സോൺ 2, സോൺ 3, സോൺ 5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് സോണിലേക്ക് കൺഫേമിംഗ് ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഫീൽഡിലാണെങ്കിൽ ഫീൽഡിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യും എങ്ങനെ ഏത് സോണിലേക്കാണ് അത് കൺഫേം ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തത് സോൺ 1 ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട കോഴ്സ് അഗ്രിഗേറ്റ് ഫോർ 20 mm സൈസ് അഗ്രിഗേറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് 0.6 ആയിരിക്കും. അപ്പൊ ഈ ടേബിൾ ഓഫ് ഫോമിൽ നിന്നാണ് നമുക്ക് വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് കിട്ടുന്നത് കേട്ടോ. ഞാൻ അടുത്തതൊരു പ്രോബ്ലം ആണ് നമുക്ക് ചെയ്യാനുള്ളത്. എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കുറച്ച് അധികം തന്നെ ഉണ്ട്, പക്ഷെ എല്ലാം തന്നെ നിങ്ങളുടെ കോഡിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വിത്ത് ഒരു എക്സാമ്പിൾ ആണ് അവർ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. 10262 2009 കോഡാണ്. അപ്പൊ ഇവിടെ 2007 ആണ് കോഡ് പറഞ്ഞിരിക്കുന്നത്, മുമ്പത്തെയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് 2009 വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും തന്നെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മീൻസ് അടുത്ത നാളെ ക്ലാസ് ഉണ്ട്. അപ്പൊ നാളത്തെ ക്ലാസ്സിന് ഈ ഒരു 10262 നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് വേണം ക്ലാസ് കേൾക്കാനായിട്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മിക്സ് ഡിസൈൻ പറയാൻ വേണ്ടി പ്രോബ്ലം ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.